ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 4 മൂന്നാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദധാപഹൃത്യാസ്മഹേ ഭവദുപാസനോന്മുഖ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ അഷ്ടാംഗയോഗത്തിലെ 1, 2, 3 അംഗങ്ങളായ യമം, നിയമം, ആസനം ഇവയെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ ശ്ലോകത്തിൽ അഷ്ടാംഗയോഗ മാർഗത്തിലെ 4, 5 അംഗങ്ങളായ പ്രാണായാമം, പ്രത്യാഹാരം ഈ അംഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ശ്ലോകത്തിലെ ആദ്യത്തെ 2 വരികൾ നോക്കാം. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാഹ. താരം, താരസ്വരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഓം എന്ന നാദം, ഓങ്കാരമന്ത്രം, പ്രണവമന്ത്രം എന്നൊക്കെ പറയും. താരം അന്തരനുചിന്യ, അന്തഹ ഉള്ളിൽ, മനസ്സിൽ, അനുചിന്യ ചിന്തിച്ചുകൊണ്ട്, ധ്യാനിച്ചുകൊണ്ട്, സന്തതം ഇടവിടാതെ. അപ്പോൾ ഇടവിടാതെ ഓങ്കാരമന്ത്രത്തെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാണവായുമഭിയമ്യ, പ്രാണവായു എന്നാൽ ശ്വാസോച്ഛ്വാസത്തെയാണ് പറയുന്നത്. ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിച്ച്, അഭിയമ്യ നിയന്ത്രിച്ച്, ക്രമീകരിച്ച്, നിർമ്മലാഹ പരിശുദ്ധരായിത്തീരും. അതായത് പ്രാണായാമം എന്ന അംഗത്തെക്കുറിച്ചാണ് ഈ 2 വരികളിൽ പറയുന്നത്. ഓങ്കാരമന്ത്രത്തെ ഇടവിടാതെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് ശ്വാസോച്ഛ്വാസത്തെ ക്രമീകരിച്ച് പരിശുദ്ധരായിത്തീരുന്നു. അതായത് നമ്മൾ യോഗയൊക്കെ പരിശീലിക്കുമ്പോൾ യോഗാചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരാറുണ്ട്, ശ്വാസം സാവധാനം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക, അല്പനേരം ശ്വാസത്തെ ഉള്ളിൽ പിടിച്ചു നിർത്തിയിട്ട് സാവധാനം പുറത്തേക്ക് വിടുക. ഇങ്ങനെ തുടർച്ചയായി ചെയ്യുന്നതിനെയാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇവിടെയും ഉദ്ദേശിച്ചത്. അങ്ങനെ പ്രാണായാമം ചെയ്യുമ്പോൾ ഓങ്കാരമന്ത്രം ഇടതടവില്ലാതെ ധ്യാനിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള യാതൊന്നിനോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു. ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുന്നതിലൂടെ ആന്തരിക അവയവങ്ങളിലേക്കുള്ള പ്രാണവായുവിൻ്റെ പ്രസരണം കൂടുതൽ ഊർജ്ജസ്വലമാകുന്നു. അങ്ങനെ ആന്തരിക അവയവങ്ങളെയും ശുദ്ധീകരിക്കുന്നു. അങ്ങനെയാണ് പ്രാണായാമം എന്ന അംഗം നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ഇനി അടുത്ത 2 വരികൾ നോക്കാം. ഇന്ദ്രിയാണി വിഷയാദധാപഹൃത്യാസ്മഹേ ഭവദുപാസനോന്മുഖ. ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ, കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും, അതായത് കൈകൾ, കാലുകൾ തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങളെയും ചെവി, മൂക്ക്, കണ്ണ് തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളെയും വിഷയാത് അതിൻ്റെ വിഷയങ്ങളിൽ നിന്ന്, അധ പിന്നീട്, അപഹൃത്യൈ പിൻവലിച്ചിട്ട്, വിഷയാദതാപഹൃത് വിഷയങ്ങളിൽ നിന്ന് പിന്നീട് പിൻവലിച്ചിട്ട്, ആസ്മഹേ ഇരുന്നു കൊള്ളാം. അതായത് ഇന്ദ്രിയങ്ങളെ അതിൻ്റെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് കണ്ണ് എന്ന ഇന്ദ്രിയം എടുക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് പുറത്തുള്ള വസ്തുക്കളെയും കാഴ്ചകളെയും കാണിച്ചു തരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കണ്ണടച്ച് ധ്യാനത്തിലായിരിക്കുമ്പോൾ ആ കണ്ണിനെ പുറത്തുള്ള കാഴ്ചകൾ കാണുക എന്ന വിഷയത്തിൽ നിന്ന് പിൻവലിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ എന്തിനെയാണോ ധ്യാനിക്കുന്നത് അതിലേക്ക് ആ കണ്ണെന്ന ഇന്ദ്രിയത്തിൻ്റെ ശ്രദ്ധയും കൂടി കേന്ദ്രീകരിക്കുന്നു. അതുപോലെ തന്നെ ചെവി എന്ന ഇന്ദ്രിയത്തെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വിഷയമെന്ന് പറയുന്നത് പുറത്തുള്ള ശബ്ദങ്ങളെ നമുക്ക് കേൾപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ധ്യാനാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ചെവിയെ പുറത്തുള്ള യാതൊരു ശബ്ദങ്ങളിലേക്കും ശ്രദ്ധ കൊടുക്കാതെ ചെവി എന്ന ഇന്ദ്രിയത്തിൻ്റെ ശ്രദ്ധ കൂടി നമ്മൾ ഉള്ളിൽ ധ്യാനിക്കുന്ന ഓങ്കാരമന്ത്രത്തെയോ അങ്ങനെയുള്ള ചിന്തകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ആ ഇന്ദ്രിയത്തെ നമ്മൾ പിൻവലിക്കുന്നു. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളെയും അതിൻ്റെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് നമ്മൾ ധ്യാനിക്കുന്ന വിഷയത്തിലേക്ക് അതിൻ്റെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ ഇന്ദ്രിയാണി വിഷയാദധാപഹൃത്യാസ്മഹേ ഇന്ദ്രിയങ്ങളെ അതിൻ്റെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ചിട്ടിരുന്നു കൊള്ളാം. ഭവത് ഉപാസനോന്മുഖ ഭവത് അങ്ങയുടെ ഉപാസനോന്മുഖ ഉപാസനയിൽ ഉന്മുഖരാക്കിയിട്ട്
ഉപാസനയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങയെ ഉപാസിക്കുന്നതിലേക്ക്, അങ്ങയെ സേവിക്കുന്നതിലേക്ക്, അല്ലെങ്കിൽ അങ്ങയെ ഭജിക്കുന്നതിലേക്ക് മാത്രം ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ അവയുടെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവയുടെ യഥാർത്ഥത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ചിട്ട് ഭഗവാനെ ഉപാസിക്കുന്നതിലേക്ക് ആ ഇന്ദ്രിയങ്ങളുടെയും കൂടി ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക എന്നാണ് ഈ പ്രത്യാഹാരം എന്ന അംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ അവസാനത്തെ 2 വരികളുടെ അർത്ഥം. പ്രത്യാഹാരം എന്താണെന്നുള്ളതാണ്. അതായത് ഇന്ദ്രിയങ്ങളെയെല്ലാം അതാതിൻ്റെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട് ഭഗവാനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരുന്നു കൊള്ളാം എന്നാണ് ഈ രണ്ടാമത്തെ 2 വരികളിൽ പറയുന്നത്. അതായത് മനസ്സിൽ സദാ പ്രണവമന്ത്രം ധ്യാനിച്ചും ജീവവായുവിനെ പോലും ക്രമീകരിച്ചും പരിശുദ്ധ മനസ്സുള്ളവരായ ശേഷം ഞങ്ങൾ സകല ഇന്ദ്രിയങ്ങളെയും അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് അങ്ങയുടെ ഉപാസനയിൽ മാത്രം ആസക്തരായി ഇരുന്നു കൊള്ളാം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദധാപഹൃത്യാസ്മഹേ ഭവദുപാസനോന്മുഖ. 4ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.